ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരോന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവദത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലങ്കായത്തെ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരു ദിനതാരിണം പരമാനന്ദ മാധവം ശ്രീചൈതന്യമീശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 17-ാമത്തെ അധ്യായത്തിലെ 15ഉം 16ഉം ശ്ലോകങ്ങളാണ്. അനാഗഹാസിഹ ഭൂതേഷു യ ആഗസ്കൃന്നിരങ്കുശഃ ആഹർത്താസ്മി ഭുജം സാക്ഷാത് അർത്യസ്യാഭി സാങ്കദം. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദയുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. സർവാലങ്കാര വിഭൂഷിതനായി സർവ്വവിധ ആയുധങ്ങളുമേന്തി കവചധാരിയായ സ്വർഗ്ലോക ദേവനാണെങ്കിൽ പോലും നിരപരാധികളും നിഷ്കളങ്കരുമായവരെ ദ്രോഹിക്കുന്നവനെ നിശ്ചയമായും ഞാൻ നശിപ്പിക്കും. ഭാവാർത്ഥം: മനുഷ്യരേക്കാൾ ദീർഘകാലം ആയുസ്സുള്ളവരാകിയാൽ സ്വർലോകവാസികളെ അമരർ അഥവാ മരണമില്ലാത്തവർ എന്ന് വിളിക്കുന്നു. പരമാവധി 100 വർഷം മാത്രം ആയുസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുപരിയായ ജീവിത കാലയളവ് നിശ്ചയമായും മരണമില്ലാത്ത ഒന്നായി കരുതപ്പെടാവുന്നതാണ്. ഭൗതിക ലോകത്ത് ആരും അമൃതരല്ലെങ്കിലും മനുഷ്യരുടെ ആയുസ്സിനെ അപേക്ഷിച്ച് ഉന്നത ലോകങ്ങളിലെ നിവാസികളുടെ ആയുസ് അനേകം മടങ്ങ് അധികമാകയാൽ ആ ലോകങ്ങളിലെ നിവാസികളെ സാങ്കല്പികമായി അമൃതരെന്ന് വിശേഷിപ്പിക്കുന്നു. നിരപരാധികളായവരെ ഉപദ്രവിക്കുന്ന പക്ഷം അത്തരം സ്വർലോകവാസികളെ പോലും പരീക്ഷിത്ത് മഹാരാജാവ് വെല്ലുവിളിച്ചിരുന്നു. ഭരണത്തലവൻ അഥവാ രാജാവ് അത്രയ്ക്കും അതിശക്തനായിരിക്കണമെന്ന് ഇത് അർത്ഥമാക്കുന്നു. എങ്കിൽ മാത്രമേ ശക്തരായ അപരാധികളെ ശിക്ഷിക്കാൻ തക്ക നിശ്ചയദാർഢ്യമുള്ളവനായിരിക്കുകയുള്ളൂ. ഭഗവത് സംഹിതയെ നിന്ദിക്കുന്ന അപരാധിയെ നിശ്ചയമായും ശിക്ഷിക്കുക എന്നത് രാജാവിൻ്റെ അഥവാ ഭരണത്തലവൻ്റെ മൂലതത്വമായിരിക്കണം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത് 15-ാമത്തെ ശ്ലോകമാണ്. നമ്മൾ കലിക്കുള്ള ശിക്ഷയും പാരിതോഷികവും പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിൻ്റെ ഭരണം അത്രയ്ക്കും കുറ്റമറ്റതായിരുന്നു. എന്നിട്ടും അവിടെ കലിയുടെ ഒരു ആഗമനം ഉണ്ടായിരിക്കുകയാണ്. കലി ധർമ്മരാജാവിനെ ഉപദ്രവിക്കുന്നതാണ് നമ്മൾ അതിന് മുൻപിലത്തെ ശ്ലോകങ്ങളിലൊക്കെ കണ്ടത്. അപ്പോൾ ശക്തനായിട്ടുള്ള ഒരു നീതിമാനായിട്ടുള്ള ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജാവിന് മാത്രമേ ഇത്ര ശക്തമായ ഒരു ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അദ്ദേഹം എന്താ പറയുന്നത്? സർവാലങ്കാര വിഭൂഷിതനായി സർവ്വവിധ ആയുധങ്ങളുമേന്തി കവചധാരിയായ സ്വർലോക ദേവനാണെങ്കിൽ പോലും, അല്ലേ, ദേവന്മാരാണെങ്കിൽ പോലും അവരെയും ഞാൻ വധിക്കും എന്ന് പറയാണ്. എന്തിനാ വധിക്കുന്നത്? നിരപരാധികളും നിഷ്കളങ്കരുമായവരെ ദ്രോഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ അത്രയ്ക്കും ശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിക്കാനായിട്ട് ഒരു നീതിമാനായിട്ടുള്ള രാജാവിന് മാത്രമേ സാധിക്കൂ. അപ്പോൾ നിരപരാധികളെ ഉപദ്രവിക്കുന്ന പക്ഷം സ്വർലോകവാസികളെ കൂടി പരിശുദ്ധ മഹാരാജാവ് ഇവിടെ വെല്ലുവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ രാജാവ് അത്രയും ശക്തിമാനാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ രാജാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ശാരീരിക ബലം അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ പവർ. അപ്പോൾ
ആ രാജാവ് അത്രയ്ക്കും ശക്തനാണെങ്കിൽ മാത്രമാണ് അപരാധികളെ ശിക്ഷിക്കാൻ തക്ക നിശ്ചയദാർഢ്യം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ അറിയാം, ഇന്നത്തെ ഭരണകാലത്തിലെ കുറ്റവാളികൾ വളരെ പെട്ടെന്ന് തന്നെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് വഴുതി പോകുന്നത് നമ്മൾ കാണാം. അത് മാത്രമല്ല, ശിക്ഷ നടപ്പിലാക്കി ഇനി അഥവാ വളരെ വിരളമായിട്ട് ശിക്ഷിച്ചാൽ തന്നെ അവർക്ക് സുഖലോകവാസമാണ് അല്ലേ. അവർക്ക് ഇപ്പോൾ ജയിലിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും കുറ്റം ചെയ്ത് ജയിലിൽ പോകാൻ വേണ്ടിയിട്ടാണ് വ്യഗ്രത കാണിക്കുന്നത്. അത്രയ്ക്ക് സുഖമാണ് ജയിലിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഭരണകാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജാവ് ശക്തനാണെങ്കിൽ അല്ലെങ്കിൽ ഭരണാധികാരിക്ക് അത്രയും നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ, അത്രയും കുറ്റമറ്റ രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് രാജാവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പണ്ടത്തെ കാലത്തുള്ള രാജാക്കന്മാരൊക്കെ ഇത്തരത്തിൽ പ്രതികരിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇത്ര ശക്തമായ ഭാഷയിൽ അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് അവർ ഭരണം കാഴ്ചവെച്ചത് എന്തുകൊണ്ടാണ്? അവരെല്ലാവരും രാജഋഷികളായിരുന്നു അല്ലേ. അവരെ നമ്മൾ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ അവരെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ രാജർഷികൾ എന്നാണ് നമ്മൾ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഈ ഭഗവത്ഗീത ശാസ്ത്രം രാജർഷികൾക്കാണ് അല്ലേ ഉപദേശിച്ചു കൊടുത്തത്, അത് രാജർഷികൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു രാജാവ് എപ്പോഴും രാജഋഷി ആയിരിക്കണം. എന്നാൽ മാത്രമേ തൻ്റെ രാജ്യത്തെ എല്ലാവരെയും ഉദ്ദേശിക്കുന്ന എന്താണ്? അവിടെയുള്ള ജീവനുള്ള എല്ലാറ്റിനെയും, മനുഷ്യരെയും മൃഗങ്ങളെയും മരങ്ങളെയും ചെടികളെയും സകല ചരാചരങ്ങളെയും തുല്യമായിട്ട് കണ്ട് എല്ലാവർക്കും ഒരേ ന്യായ സംഹിതയും ഒരേ നിയമവും എല്ലാവർക്കും ഒരേപോലെ അവർക്ക് ആ ഒരു തൻ്റെ ഭരണം കാഴ്ചവെക്കാനും ആ രാജാവിന് കഴിയണമെങ്കിൽ അദ്ദേഹം രാജഋഷി ആയിരിക്കണം. അപ്പോൾ രാജഋഷി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? രാജാവ് ആണെങ്കിലും ഋഷി അല്ലെ. രാജാവിന്റെ സുഖലോലുപതയെ പറ്റി നമുക്കറിയാം അല്ലെ. എല്ലാവിധ സുഖലോലുപതയിലും ജീവിക്കുന്ന ആളാണ് രാജാവ്. അപ്പോൾ രാജാവ് ആണെങ്കിലും ഋഷിക്ക് തുല്യമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ രാജഋഷി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നത് പോലെ ഭഗവാന്റെ തത്വങ്ങൾ പാലിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ രാജർഷികളിലേക്ക് പകർന്നു നൽകിയിരുന്നത്. അപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയുടെ ചരിത്രം വിശദമാക്കുമ്പോൾ ഭഗവാൻ ഇതേക്കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു എന്നാണ് അവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ശിഷ്യ പരമ്പരയിലൂടെ ഏവം പരമ്പരാപ്രാപ്തം, അവർക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയത്? പരമ്പരയിലൂടെയാണ് കിട്ടിയത്. അപ്പോൾ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായിട്ടുള്ള ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചത്. എല്ലാവരെയും ഭഗവാന്റെ ഹിതത്തിനനുസരിച്ചിട്ട് ഒരേപോലെ ഭരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഭഗവാൻ സ്വന്തം ധാമത്തിലേക്ക് പ്രസ്ഥാനം ചെയ്തു കഴിഞ്ഞ ഉടനെ പല പല ദുർനിമിത്തങ്ങൾ ഇവിടെ കണ്ടു അല്ലേ. അപ്പോൾ അർജുനൻ ഭഗവാനെ അന്വേഷിച്ചിട്ട് ദ്വാരകയിലേക്ക് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവരും അവിടെ യദുകുലത്തിലുള്ളവരെല്ലാം പരസ്പരം വെട്ടിയും കുത്തിയും മരണത്തിന് കീഴടങ്ങി ഭഗവാൻ സ്വന്താമത്തിലേക്ക് പ്രസ്ഥാനം ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു നിമിഷം അർജുനൻ പകച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അർജുനൻ ആകെ തളർന്നു പോവുകയാണ്. ഇനി എന്ത് അല്ലെ, ഭഗവാൻ ഇല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് അർജുനനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അർജുനൻ എന്താ ചെയ്തത്? അപ്പോൾ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? 4 യമനിയമങ്ങൾ പാലിക്കുക, നിത്യവും 16 മാല ജപിക്കുക, ഗുരുവിനെ സ്വീകരിക്കുക, മറ്റുള്ളവർക്ക് ഭഗവാന്റെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി യുഗധർമ്മം എന്താണ്? സങ്കീർത്തനം. അപ്പോൾ നാമസങ്കീർത്തനം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. 4 യമനിയമങ്ങൾ പാലിക്കുക, നിത്യവും 16 മാല ജപിക്കുക, ഗുരുവിനെ സ്വീകരിക്കുക, മറ്റുള്ളവർക്ക് ഭഗവാന്റെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് പ്രധാനപ്പെട്ടൊരു ധർമ്മമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ധർമ്മം. യുഗധർമ്മം എന്ന് പറയുന്നത് നാമസങ്കീർത്തനം. അപ്പോൾ ആ നാമസങ്കീർത്തനത്തിൽ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ഈ യുഗധർമ്മത്തിലും നമ്മുടെ ധർമ്മത്തിലും പ്രധാനമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ശ്രവണവും കീർത്തനവുമാണ് അല്ലേ. അപ്പോൾ നമ്മൾ നവവിധ ഭക്തി പഠിക്കുന്നുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഓരോ പ്രോസസ്സും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ ശ്രവണം
ശരിക്കും പ്രധാനമാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് നമ്മൾ നാമം ജപിക്കുമ്പോൾ കേൾക്കുക, അല്ലേ? നമ്മൾ ഭഗവാന്റെ രൂപം, ഗുണം, ലീല ഒന്നും തന്നെ ആലോചിക്കേണ്ട. ഭഗവാനെ കുറിച്ചിട്ട് ഒന്നും തന്നെ ആലോചിക്കേണ്ട. ഭഗവാന്റെ രൂപം എന്താണെന്നോ, മഞ്ഞപ്പട്ടുടുത്തു, അങ്ങനെ മയിൽപ്പീലി ചൂടി, ഇതൊന്നും ആലോചിക്കാതെ നമ്മൾ എന്താണോ ജപിക്കുന്നത് അത് വ്യക്തമായിട്ട് കേൾക്കാനാണ് ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറയുന്നത്. അതാണ് ശ്രവണത്തിന് ഇത്രയും പ്രാധാന്യം കൈവരാനുള്ള കാര്യം. അപ്പോൾ ശ്രവണം ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമേ നമുക്ക് കീർത്തനം നന്നായിട്ട് ചെയ്യാൻ സാധിക്കൂ, അല്ലേ? കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ട് പാടലല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ കീർത്തനം? ജപം ചെയ്യുന്നത്, ആ നാമം ജപിക്കുന്നതാണ് കീർത്തനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രവണം നന്നായി നടന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ ജപിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ആ എല്ലാ സിലബലും വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അടുത്ത മാല ഉടനെ തന്നെ ജപിക്കാൻ നമുക്ക് തോന്നും, അല്ലേ? ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ ശരിക്കും അത് കേട്ടത് കൊണ്ടാണ്. നമ്മൾ ശരിയായി കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിയായി കീർത്തനം ചെയ്യാൻ പറ്റുക. അപ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും ജപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ശ്രവണവും കീർത്തനവും ശരിയായാൽ മാത്രമേ എന്ത് നന്നാവൂ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അപ്പോൾ ശ്രവണവും കീർത്തനവും നന്നായാൽ മാത്രമാണ് സ്മരണം വരുള്ളൂ. അപ്പോഴാണ് നമുക്ക് എല്ലായ്പ്പോഴും 24/7 നമുക്ക് ഭഗവാനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ, ഭഗവാന്റെ സ്മരണയിൽ നമുക്ക് കഴിയാൻ സാധിക്കുള്ളൂ. ഇപ്പം നമുക്കറിയാം, സീനിയർ ഡിവോട്ടീസ് അല്ലെങ്കിൽ ശുദ്ധ ഭക്തന്മാരെ എപ്പോഴും ഈ ഒരു അവസ്ഥയിലാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണ്? അവർ നല്ല രീതിയിൽ ശ്രവണവും കീർത്തനവും ചെയ്തത് കൊണ്ടാണ് അവർക്ക് എപ്പോഴും ഭഗവാന്റെ സ്മരണയിൽ ഇരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആചാര്യന്മാർ പറയുന്നുണ്ട്, ശരിയായ രീതിയിൽ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ റിമെമ്പർ ചെയ്തില്ല എങ്കിൽ ഈ ഭൗതിക ലോകത്ത് നമ്മൾ വീണ്ടും റീമെമ്പറായിട്ട് വരും എന്നാ പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ശരിക്കും റിമെമ്പർ ചെയ്യുക, അതായത് എപ്പോഴും ഭഗവാന്റെ സ്മരണയിൽ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ലോകത്ത് ജനിക്കും. അതാണ് റീമെമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിയല്ലേ, അല്ലേ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യം യം വ്യാപി സ്മരൺ ഭാവം ത്യജത്യന്തേ കലേവരം, അല്ലേ? നീ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് എന്താണോ സ്മരിക്കുന്നത് അതാണ് നിന്റെ അടുത്ത ശരീരം എന്നാണ് പറയുന്നത്, അല്ലേ? അതുകൊണ്ടാണ് പ്രഭുപാദ പറയുന്നത്, തൊട്ടടുത്ത വീട്ടിലെ പട്ടിയുടെ കുര കേട്ടിട്ട് അവസാന ശ്വാസം കഴിഞ്ഞു, പിന്നെ അടുത്ത ജന്മം പട്ടിയാണ്. അല്ലെങ്കിൽ അലമാരയിലിരിക്കുന്ന പൈസയെക്കുറിച്ച് ചിന്തിച്ചാലോ അടുത്ത പ്രാവശ്യം പാറ്റിയായിട്ടാണ് ജനിക്കുക, ആ പൈസയ്ക്ക് കാവലിരിക്കാൻ വേണ്ടി. അങ്ങനെ ഓരോന്നിനും കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്, അല്ലേ? നമ്മൾ എന്താണോ അനുവർത്തിക്കുന്നത് അത് മാത്രമേ നമ്മുടെ മരണസമയത്ത് പ്രതിഫലിക്കുള്ളൂ. അതുകൊണ്ടാണ് നിത്യവും 16 മാല ജപിക്കാനായിട്ട് പ്രഭുപാദ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഭഗവാനെ സ്മരിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ജന്മം ഇല്ലാതാക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? ഭഗവാൻ പറയുന്നുണ്ട്, അന്ധകാലേ ചമാം ഏവ, അല്ലേ? സ്മരൺ മുക്ത്വ കലേവരം യപ്രയാതി സമദ്ഭാവം യാതി നാതി അത്ര സംശയ. ഒരു സംശയവും വേണ്ടാന്നാ പറയാ. നീ ഒന്നും സംശയം വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്നെ മാത്രം സ്മരിച്ചുകൊണ്ട് നിന്റെ ശരീരം നീ ഉപേക്ഷിച്ചാൽ നിനക്ക് എൻ്റെ ധാമത്തിലേക്ക് വരാം എന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലേ? ഭഗവാന്റെ ധാമത്തിലേക്ക് വന്നാൽ എന്താണ് പ്രത്യേകത? യത് ഗദ്വാന നിവർദ്ധന്തേ തദ്ധാമ പരമം മമ. എൻ്റെ ധാമത്തിലേക്ക് വന്നാൽ പിന്നെ നിനക്കൊരു തിരിച്ചു പോക്കില്ല. അത് നീ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളൂ, സംശയം ഒന്നുമില്ലാതെ നിന്റെ മനസ്സിൽ ഉറപ്പിച്ചോളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ സ്മരണ അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്, അല്ലേ? നമ്മൾ ഏത് സമയത്താണ് നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഭഗവാന്റെ സ്മരണയോടുകൂടി നമ്മുടെ ശരീരം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കണം. അപ്പോൾ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, അല്ലേ? ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫൊർഗെറ്റ് കൃഷ്ണ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തത്വം സാക്ഷാത്കരിക്കാനാണ് ഇവിടെ ഈ നിയമങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. 16 മാല ജപം, യമനിയമങ്ങൾ പാലിക്കുക, ഗുരുവിനെ സ്വീകരിക്കുക, പ്രീച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഈ ഭഗവാന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഭഗവാനെ കുറിച്ചിട്ട് ഇന്നിപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇന്നലെ മുതൽ ഭാഗവതം കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങിയത്.
അതിനെ പറ്റിയിട്ട് എന്തെല്ലാം എനിക്ക് ശേഖരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര സമയം അതിനകത്ത് ചെലവഴിക്കാൻ പറ്റുമോ. ഇന്നലെ മുതൽ എൻ്റെ ചിന്തകളിലെല്ലാം ഈ ഭാഗവതമാണ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ സ്മരണയിലാണ്. അപ്പോൾ നമ്മൾ അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുക. നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഈ ഒരു തത്വം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ നിയമങ്ങളും വിലക്കുകളും, അല്ലേ, നമ്മളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്, ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാനെ സദാ ഓർക്കുക, ഭഗവാനെ സ്മരിക്കുക, എപ്പോഴും സ്മരിക്കുക, ഭഗവാനെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക. അതുകൊണ്ടാണ് പത്മപുരാണം പറയുന്നത് സ്മാർത്തവ്യ സതതം വിഷ്ണുർ വിസ്മാർത്തവ്യോ ന ജാതുചിത് സർവേ വിധി നിഷേധസ്യൂർ ഏതയോരേവ കിങ്കരഹ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സ്മാർത്തവ്യ സതതം വിഷ്ണു, എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. വിസ്മാർത്തവ്യോ ന ജാതുചിത്ത്, ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക. സർവേ വിധി നിഷേധസ്യൂർ, എല്ലാ നിയമങ്ങളും വിലക്കുകളും ഈ ഒരു കാര്യത്തിൻ്റെ മാത്രം കിങ്കരന്മാരാണ് എന്നാണ് പറയുന്നത്. ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ സ്മരണം സദാ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വിലക്കുകളും നിയമങ്ങളും എല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ സ്മരണ എല്ലായ്പ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വധർമ്മം നല്ല രീതിയിൽ അനുഷ്ഠിച്ചു വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു ഭഗവത് സ്മരണയിലേക്ക് വരാം. ധർമ്മം യഥാർത്ഥ രീതിയിൽ അനുവർത്തിച്ചാൽ അവർക്ക് ഭഗവാന്റെ സ്മരണയിലേക്ക് വരാമെന്നാണ് ഈ ഒരു ഭാവാർത്ഥത്തിൽ ഇവിടെ പ്രഭുപാദ നമുക്ക് വിശദമാക്കി തരുന്നത്. അപ്പോൾ ഇവിടെ സ്വധർമ്മസ്ഥ എന്നൊരു പദമുണ്ട്, അല്ലേ, നമ്മൾ ശ്ലോകത്തിൽ കണ്ടു. സ്വധർമ്മസ്ഥ അനുപാലനം. അപ്പോൾ ധർമ്മം, സ്വധർമ്മം, മറ്റുള്ളവരുടെ ധർമ്മമല്ല, നമ്മുടെ സ്വന്തം ധർമ്മം ആത്മാർത്ഥതയോടുകൂടി വിട്ടുവീഴ്ചകളില്ലാതെ നമുക്ക് അനുവർത്തിക്കാൻ, നമുക്ക് പാലിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ സ്വധർമ്മം പുലർത്താൻ വേണ്ടിയിട്ട് നമുക്ക് നിത്യകർമ്മങ്ങളും നിയതകർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊന്നും വിട്ടുവീഴ്ച ചെയ്യാതെ, അതിലൊന്നും മടി വിചാരിക്കാതെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അപ്പോൾ നിത്യകർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വാധ്യായം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം, അങ്ങനെയുള്ള ഭഗവാന്റെ ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, അല്ലേ. ഇപ്പോൾ നമുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ അത് സ്വന്തമായിട്ട് വായിച്ച് പഠിക്കുക. ഇപ്പോൾ അത്രത്തോളം മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. അധ്യായം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഭാഗവതം ക്ലാസ്സിന് വരുമ്പോഴാണ് നമ്മൾ ഭാഗവതം എടുത്തുകൊണ്ട് വരുന്നത്, അല്ലേ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിത്യം ഭാഗവത സേവയാന്നാ പറയാ, നിത്യം ഭാഗവത സേവയ. അപ്പോൾ എന്താ ചെയ്യുക? നഷ്ടപ്രായേഷു അഭദ്രേഷു, അല്ലേ. നമ്മൾ നിത്യം ഭാഗവതം വായിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്രായേഷു അഭദ്രേഷു, നമ്മളിൽ നിന്ന് അഭദ്രങ്ങൾ നീങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുജ്ജന്മ പാപകർമ്മങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ, നമ്മുടെ അഭദ്രങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൻ്റെ നിത്യേനയുള്ള അധ്യായ പഠനം വളരെയധികം സഹായിക്കും. അപ്പോൾ നമ്മൾക്ക് അറിവ് നേടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ, നല്ല രീതിയിൽ നമ്മുടെ ധർമ്മം അനുസരിക്കാൻ സാധിക്കൂ, അല്ലേ. അതിന് ധർമ്മം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അല്ലേ. ധർമ്മം മനസ്സിലായാൽ മാത്രമേ നമുക്കതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ധർമ്മം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശാസ്ത്രങ്ങളുടെ പിൻബലം വേണം, അല്ലേ. അപ്പോൾ ശാസ്ത്രങ്ങളുടെ പിൻബലത്തോടുകൂടി, അറിവോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ രീതിയിൽ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയും നമുക്ക് ആത്മസാക്ഷാത്കാര പാതയിലേക്ക് ഉയരാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അറിവ് കിട്ടണമെങ്കിൽ നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കണം. അപ്പോൾ ആ ശാസ്ത്രങ്ങളുടെ പഠനം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എപ്പോഴും നമുക്ക് ഗുരുമുഖത്ത് നിന്ന് അല്ലെങ്കിൽ ആചാര്യന്മാരിൽ നിന്ന് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ സ്വയമേ ഒരു ചിട്ടയുണ്ടാക്കി എന്നും നമ്മൾ ഭാഗവതവും ഭഗവത്ഗീതയും ഒരു ശ്ലോകം വെച്ച് വായിച്ചാലും മതി. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം ഒരു ശ്ലോകം വെച്ചിട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ 48 വർഷം എടുക്കും ഈ ശ്രീമദ് ഭാഗവതം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അത്രയ്ക്കും വാസ്റ്റാണ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ശ്രീമദ് ഭാഗവതം സ്വയമേ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഇപ്പോൾ നേരത്തെ മനോഹർ പ്രഭു വന്നിട്ട് പറയായിരുന്നു, ശ്ലോകം വായിക്കേണ്ട, അർത്ഥം വായിക്കേണ്ട, ആ വിവർത്തനം മാത്രം വായിച്ചിട്ട് പൊക്കോ, അങ്ങനെ ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുമായിരുന്നു.
അപ്പോൾ വിവർത്തനവും ഭാവാർത്ഥം പലപ്പോഴും വലിയ വലിയ ഭാവാർത്ഥങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സമയം കിട്ടില്ല. അപ്പോൾ പ്രഭു പറയണത് ശ്ലോകം കൂടി നിങ്ങൾ ഒഴിവാക്കുക, അതിൻ്റെ അർത്ഥം ഒഴിവാക്കുക, വിവർത്തനം മാത്രം വായിച്ചിട്ട് ഒരു തവണ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും പിന്നെ തുടങ്ങുമ്പോൾ ഭാവാർത്ഥവും വിവർത്തനവും ഒക്കെ വായിക്കാനായിട്ട് പറയുമായിരുന്നു ഞങ്ങളോട് പണ്ട്. അപ്പോൾ നമ്മുടെ മനുഷ്യ ആയുസ്സിൽ 3 തവണ ശ്രീമദ് ഭാഗവതം വായിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള ആ ഒരു ക്വാളിറ്റി നമുക്ക് നേടുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ധർമ്മം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കണം, സ്വാധ്യായം ചെയ്യണം. ഇങ്ങനെയൊക്കെ നമുക്ക് ധർമ്മങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ അല്ലേ, നമ്മുടെ അറിവ് എന്ന് പറയുന്നത് എല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയും നമ്മുടെ അറിവിനെയും നമുക്ക് ആത്മീയമാക്കി മാറ്റിയാൽ മാത്രമാണ് നമുക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആത്മസാക്ഷാത്കാര പാതയിൽ നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സ്വാധ്യായം നടത്തണമെന്ന് പറയുന്നത്. അപ്പോൾ നാമജപം നമ്മൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഭഗവത് ശാസ്ത്രം ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പ്രഭുപാദ പറയുന്നത് എല്ലാ ഭഗവത് സേവനത്തിൻ്റെയും അല്ലേ, നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയുടെയും ബേസ് എന്ന് പറയുന്നത് എന്താണ്? നാമജപമാണ് അല്ലേ. പ്രഭുപാദ പറയും 100ൽ 99.9 മാർക്കും കൊടുക്കുന്നത് നാമജപത്തിനാണ്. അപ്പം നാമജപം ശരിയായ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കും അല്ലേ. നമുക്ക് സമയമില്ല എന്ന് നമ്മൾ നിലവിളിച്ചാലും നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. അപ്പം നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നമ്മൾ ആദ്യമേ തന്നെ നാമജപം നല്ല രീതിയിൽ രാവിലെ തന്നെ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള സമയത്തെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ആ ഒരു കൃപ അത് ഗുരുവും ഭഗവാനും നമുക്ക് തരും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നാമജപം നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ ശാസ്ത്രം ശരിയായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ ശ്രീമദ് ഭാഗവത്തിൻ്റെ ഭാവാർത്ഥത്തിൽ 16ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, നമ്മുടെ സ്വാഭാവിക കർമ്മം ദോഷങ്ങൾ നിറഞ്ഞതാണെങ്കിൽ പോലും അത് ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിർദ്ദിഷ്ടമായിട്ട് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അല്ലേ, നമുക്ക് നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് ഭവിച്ചേക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റിഫൈനറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉഗ്രകർമ്മമാണ് ചെയ്യുന്നതെന്ന് പറയും അല്ലേ. ഭൂമിയെ കുഴിച്ചിട്ടാണ് അവർ അസംസ്കൃത എണ്ണയൊക്കെ എടുത്തിട്ട് അത് പ്യൂരിഫൈ ചെയ്ത് പെട്രോൾ, ഡീസൽ, ഗ്യാസ് അങ്ങനെയൊക്കെ മാറ്റുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഭൂമിയെ ഉപദ്രവിക്കുകയാണ്, ഉഗ്രകർമ്മമാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ജോലി അതാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേറൊരു മാർഗമില്ലെങ്കിൽ നമുക്കത് ചെയ്തേ മതിയാകൂ അല്ലേ. അപ്പോൾ അതാണ് ദോഷം നിറഞ്ഞതാണെങ്കിൽ പോലും നമുക്കത് ചെയ്തേ മതിയാകൂ, അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇവിടെ പ്രഭുപാദ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് തീ നമ്മൾ കത്തിക്കുമ്പോൾ അല്ലേ, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് പുകയുണ്ടാവും അല്ലേ. ഇപ്പോൾ പുക നമ്മുടെ കണ്ണിലും മൂക്കിലും ഒക്കെ കയറും, നമുക്ക് ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടാവും എന്ന് കരുതി നമ്മൾ തീ കത്തിക്കാതിരിക്കുമോ? അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് എല്ലാവരും വിറകടുപ്പിൻ്റെ പിന്നാലെ പോവുകയാണ് അല്ലേ. ഇവിടെ ഗ്യാസ് എന്ന് പറയുന്നത് കണി കാണാൻ കിട്ടാത്തൊരു സ്ഥലമാണ്. അപ്പോൾ 45 ദിവസം കഴിയുമ്പോഴാണ് അടുത്തൊരു കുറ്റി ഗ്യാസ് നമുക്ക് നിറയ്ക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ വിറകടുപ്പൊക്കെ പൊടി തട്ടിയെടുത്തു. അപ്പോൾ മുറ്റത്തൊക്കെ അവർ താൽക്കാലികമായിട്ട് കല്ലൊക്കെ വെച്ചിട്ട് അടുപ്പൊക്കെ കൂട്ടി കത്തിക്കുകയാണ്. അപ്പോൾ അവർക്ക് കാറ്റൊക്കെ വീശുമ്പോൾ നല്ല പുക വരും, തീ ശരിക്ക് കത്താതെയൊക്കെ വരുമ്പോൾ. അപ്പോൾ എന്ന് കരുതിയിട്ട് നമുക്ക് തീ കത്തിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഹാരം ഉപേക്ഷിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ആ തീ കത്തിച്ചിട്ട് നമ്മൾ ആഹാരം ഉണ്ടാക്കി നമ്മൾ കഴിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് എത്ര ദോഷം വന്നാലും നമ്മൾ നമ്മുടെ സ്വധർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ വിധിക്കപ്പെട്ട കർമ്മം അല്ലെ, നമ്മളിൽ നിഷിദ്ധമായിരിക്കുന്ന കർമ്മത്തിൻ്റെ കാര്യം വരുമ്പോഴും ഇതാണ് അവസ്ഥ. അപ്പോൾ പലതര ബുദ്ധിമുട്ടുകളും നമുക്ക് പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ആ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകും. പക്ഷേ സ്വധർമ്മം എന്ന് പറയുന്നത് നമ്മൾ നിർവഹിച്ചേ മതിയാകും, അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും പിന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അനുവർത്തിക്കണം എന്നാണ് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്. അപ്പോൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്,
നമ്മൾ എന്താ പറയുക, ഇപ്പോൾ സ്വകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനോടൊപ്പം നമ്മൾ ഭഗവാന്റെ സേവനങ്ങളും കൂടി അനുഷ്ഠിക്കാനായിട്ട് സമയവും മനസ്സും ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നാം ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും നമുക്കത് പരിപൂർണതയിൽ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഏതൊരു കർമ്മവും എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി, അല്ലേ? അപ്പോൾ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ ഏതൊരു കർമ്മവും ഭഗവാന്റെ സംതൃപ്തിക്കായി ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ദോഷവശങ്ങൾ മാറി നമുക്കത് ശുദ്ധമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഭക്തിപരിതമായിട്ടുള്ള സേവനത്തോട് ബന്ധപ്പെടുത്തി സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അപ്പോൾ നമുക്ക് സ്വധർമ്മത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാനായിട്ട് സാധിക്കില്ല, അല്ലേ? അപ്പോൾ ആ നിയത കർമ്മങ്ങൾ നമുക്ക് ചെയ്തേ മതിയാകൂ, അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഭഗവാന്റെ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കർമ്മഫലങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയെ നമുക്ക് എന്താ പറയുക, ആ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. നമുക്ക് ആ യഥാർത്ഥമായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിലേക്ക് മുന്നേറാൻ സാധിക്കുമെന്നാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും നമുക്ക് ഒരു യജ്ഞമാക്കി മാറ്റാനായിട്ട് സാധിക്കണം, അല്ലേ? അതിനാണ് നമ്മളെ കൃഷ്ണാവബോധം സഹായിക്കുന്നത്, അല്ലേ? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും നമുക്ക് ഭഗവാന്റെ സേവനമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്താലും അത് ഭഗവാന്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി, നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി, നമ്മുടെ എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ സ്വധർമ്മം ഉപയോഗിക്കുമ്പോഴാണ് നമുക്കത് പാപഫലങ്ങൾ നേടിത്തരുന്നത്. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കാതെ നാം അധ്വാനിക്കുന്നതിൻ്റെ ഫലം, അല്ലേ, നമ്മുടെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുമ്പോൾ അത് പാപപങ്കിലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും നമുക്ക് ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നാം അധ്വാനിക്കുന്ന നമ്മുടെ ഒരു ഫലം എന്ന് പറയുന്നതിൻ്റെ ഒരു വിഹിതം നമ്മൾ ഭഗവാന് കൊടുക്കണം, ഭഗവാന്റെ സേവനത്തിന് കൊടുക്കണമെന്ന് രൂപഗോസ്വാമി പറഞ്ഞിരിക്കുന്നത്. രൂപഗോസ്വാമി പറഞ്ഞിരിക്കുന്ന ആ ഒരു തത്വങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അനുവർത്തിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും നാം നേടുന്ന ഫലത്തിൻ്റെ ഒരു പങ്ക് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ആ ധനത്തെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്നുള്ള കർമ്മഫലങ്ങളെയൊക്കെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ എന്തായിരിക്കും? അവൻ്റെ ജീവിതം ഫലമില്ലാതെ മാറുമെന്നാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ദ്രിയ ആസ്വാദനമൊന്നുമില്ലാതെ, അല്ലേ, നമുക്ക് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ പകുതി ഭൗതികവും പകുതി ആത്മീയവുമായിട്ടാണ് ജീവിതം കൊണ്ടുപോകുന്നത്. അപ്പോൾ നേരത്തെ ഒരു ഗുരുമഹാരാജിൻ്റെ ഒരു കോട്ട് കണ്ടിരുന്നു. അതായത് ആരോ ചോദിക്കുകയാണ്, എങ്ങനെയാണ് സ്പിരിച്വൽ ലൈഫും മെറ്റീരിയൽ ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗുരുമഹാരാജ് പറയാണ്, യു ഹാവ് ഓൺലി വൺ ലൈഫ്, ദാറ്റ് ഈസ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോഴും പക്ഷെ എന്താണ്, നമ്മൾ പകുതി 2 കാല് വെച്ചിരിക്കുകയാണ്, അല്ലേ? ഒരു കാല് നമ്മൾ ഭൗതികതയിലും ഒരു കാല് ആത്മീയതയിലും വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിച്ച് പോയാൽ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കുടുംബം, അതൊക്കെ നമ്മളെ അതിനെ നിർബന്ധിതനാക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ ഈ ഒരു ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ജീവിതത്തിൽ ഭഗവാനെ കൂടെ കൊണ്ടുപോവുക. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഇതാണ്, എന്നെ കൂടി കൊണ്ടുപോവുക, അല്ലേ? അപ്പോൾ ഇവിടെ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, അഘായു ഇന്ദ്രിയ ആരാമ മോഹം പാർത്ഥസ ജീവതി എന്നാ പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളൊന്നും അനുഷ്ഠിക്കാതെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ജീവിക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഫലമില്ലാത്തതായി മാറുമെന്നാണ് ചൈതന്യ ചരിതാമൃതം പറയുന്നത്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അല്ലേ, നമ്മുടെ കർമ്മങ്ങളെ വിഷ്ണുവിനായിട്ടുള്ള യജ്ഞങ്ങൾ എന്ന രീതിയിൽ അനുഷ്ഠിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യജ്ഞോ വൈ വിഷ്ണു, അപ്പോൾ വിഷ്ണുവിനെ സംതൃപ്തിക്ക് വേണ്ടി നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ മാറ്റുക.
അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയും യജ്ഞം വിഷ്ണുവിന് വേണ്ടിയാണ്, നമ്മുടെ കർമ്മങ്ങളെ യജ്ഞമാക്കി മാറ്റണം എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് ഹോമകുണ്ടത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് അവിടെ ഇരുന്നിട്ട് സ്വാഹ സ്വാഹ എന്ന് പറയലല്ല. നമ്മൾ ചെയ്യുന്ന നമ്മുടെ നിത്യകർമ്മങ്ങളും നിയതകർമ്മങ്ങളും ഭഗവാന്റെ ഇച്ഛയ്ക്കൊത്ത് അല്ലെങ്കിൽ ഭഗവാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് വരാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് യജ്ഞം എന്ന രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും. ഭഗവാൻ പറയുന്നില്ലേ ഭഗവത്ഗീതയിൽ, യത് കരോഷി യദസ്നാസി യജ്ജുഘോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ മതർപ്പണം എന്ന് പറയുന്നുണ്ട്. എനിക്കായി അർപ്പിക്കുക എന്ന് പറയാം. നീ എന്ത് ചെയ്താലും അല്ലെ, എന്ത് ഭക്ഷിച്ചാലും, നീ എന്ത് തപസ്സനുഷ്ഠിച്ചാലും, എന്ത് കാര്യം ചെയ്താലും അത് എനിക്ക് വേണ്ടി അർപ്പിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് ആ കർമ്മഫലങ്ങൾ മാറ്റി എല്ലാം നമുക്ക് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് സന്ദർഭത്തിലും ഭഗവാനെ മറന്നു പോകാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതിനാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ നിയമസംഹിതകൾ, നമ്മുടെ സ്വധർമ്മം, നിത്യകർമ്മം, നിയതകർമ്മം ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയാണ് സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങൾ, അതായത് നമ്മുടെ നിർദ്ദിഷ്ടമായിട്ടുള്ള ധർമ്മങ്ങൾ ദോഷങ്ങൾ നിറഞ്ഞാൽ പോലും ഉപേക്ഷിക്കരുത് എന്ന് ഭഗവത്ഗീത പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എത്രയൊക്കെ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടാലും നമ്മൾ സ്വധർമ്മത്തിൽ നിന്ന് ഒളിച്ചോടരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം അല്ലേ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും കടമയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഭഗവാനെ കൂടെ കൊണ്ടുപോവുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നിലനിർത്താൻ നമുക്ക് ശരീരം കൂടിയേ തീരൂ അല്ലേ. ശരീരമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാനും നമ്മുടെ ആത്മാവിന് ഉതകുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമുക്ക് ആത്മസന്തോഷം കൈവരിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ ആത്മാവും ശരീരവും നിലനിർത്തണമെങ്കിൽ നമുക്ക് കർമ്മങ്ങൾ അനുഷ്ഠിച്ചേ മതിയാകൂ. അപ്പോൾ ആ കർമ്മങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യൂ എന്നാണ് ഭഗവത്ഗീതയിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭഗവാന്റെ സന്തോഷം, സംതൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ ബുദ്ധിമാന്മാർക്ക് പോലും ദുർഗ്രാഹ്യമാണെന്നാണ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. അപ്പോൾ ചൈതന്യ ചരിതാമൃതത്തിൽ പറയാണ്, ഇപ്പോൾ ഒരു ശുദ്ധഭക്തൻ അല്ലെങ്കിൽ ഒരു ഭഗവത് ഭക്തൻ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളുടെ ആന്തരിക അർത്ഥം ഒരു അത്രയ്ക്ക് അതിബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. തന്ത്രവാക്യം ക്രിയാമുദ്ര വിജ്ഞേഹത ദുർജയ എന്ന് പറയാം. അത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന്, അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താണ് എന്ന്. കാരണം എല്ലായ്പ്പോഴും അദ്ദേഹം ഭഗവാന്റെ സേവനത്തിലാണ് ഏർപ്പെടുന്നത്, എല്ലായ്പ്പോഴും ഭഗവാന്റെ സ്മരണയിലാണ് ഏർപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി തികച്ചും മുക്തനാണ് എന്നാണ് ചൈതന്യ ചരിതാമൃതം പറയുന്നത്. അയാൾ തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിന് അല്ലെങ്കിൽ ഭഗവത് പദത്തിന് അർഹനാണ് എന്ന് ചൈതന്യ ചരിതാമൃതം പറയുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഭഗവത് സേവനത്തിൽ നിന്ന്, ഭഗവാന്റെ സ്മരണയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോവാതിരിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ അല്ലേ, മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ടുള്ളൊരു ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുക. അതിലേക്ക് നമ്മളെ കൂടെ നമ്മൾ പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരം ഒരു ഉയർന്ന കാര്യത്തിനായിട്ടാണ് ഇവിടെ ആപദ്ധർമ്മത്തെ കുറിച്ചിട്ട് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ആപദ്ധർമ്മം അഥവാ അസാധാരണമായ സംഭവങ്ങൾ നടക്കുന്ന കാലയളവിലുള്ള ഒരുവന്റെ ധർമ്മത്തെക്കുറിച്ചുള്ള സൂചന ധർമ്മശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അസാധാരണമാം വിധം ആപത്ഘട്ടങ്ങളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, മഹാശ്രേഷ്ഠനായ വിശ്വാമിത്ര മഹർഷി പലപ്പോഴും പട്ടി മാംസത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കാര്യം വന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചന വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാമിത്ര മഹർഷിക്ക് വളരെയധികം വരൾച്ചയും മറ്റ് പല കാര്യങ്ങളും കൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം ലഭ്യമാകാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് വേറൊരു മാർഗമില്ല, ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു ചണ്ടാളൻ്റെ വീട്ടിൽ കയറുകയും അവിടെ നിന്ന് ഒരു പട്ടി മാംസത്തിൻ്റെ ഒരു കഷണം, ഒരു കാല്, പട്ടി മാംസത്തിൻ്റെ കാലെന്നാണ് പറയുക, പട്ടിയുടെ ഒരു കാല് മോഷ്ടിച്ചുകൊണ്ട് വരികയും അത് അദ്ദേഹം ഭഗവാന് നിവേദിച്ചിട്ട് കഴിച്ചു എന്നെടുത്ത് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ.
അപ്പോൾ അങ്ങനെ അദ്ദേഹം തൻ്റെ ജീവൻ നിലനിർത്തി. അപ്പോൾ അങ്ങനെ അത് പലതവണ അദ്ദേഹത്തിന് അത് ആവർത്തിക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് അസാധാരണമാം വിധം ആപത് ഘട്ടങ്ങളിൽ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും അത് ഇൻവെർട്ടഡ് കോമയിലുള്ള കാര്യമാണ്. അപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതെ വരിക, അല്ലേ, മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വരുമ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടി മാംസം ഭക്ഷിക്കാം, അതിൽ തെറ്റില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാംസം ഭക്ഷിച്ചാലേ മാർഗമുള്ളൂ. മാംസം ഭക്ഷിച്ചില്ലെങ്കിൽ, അല്ലേ, അതും കൂടി ഭക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിൽ മാംസം ഭക്ഷിക്കാനായിട്ട് അനുവാദമുണ്ട്. എന്തിനാണ് അവർ ആ മാംസം ഭക്ഷിക്കാൻ തയ്യാറാകുന്നത്? അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി, അല്ലേ. അപ്പോൾ എന്തിനാ ജീവൻ നിലനിർത്തുന്നത്? ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവരതിനു വേണ്ടി ശ്രമിക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് ഒരു ഹയർ പർപ്പസ്, ഹയർ പ്രയോറിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ ഹയർ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹയർ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ സേവനമാണ്, അല്ലേ. അപ്പോൾ ആ ഭഗവാന്റെ സേവനം നിലനിർത്താൻ, ചെയ്യാൻ, തുടർന്നു പോകാൻ ശരീരം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഒരാൾക്ക് മാംസം ഭക്ഷിക്കാം എന്നാണ് പറയുന്നത്. അല്ലാതെ നാവിൻ്റെ രുചിക്ക് വേണ്ടി മാംസം ഭക്ഷിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ നാവിൻ്റെ രുചിക്ക് വേണ്ടി, അതിനുവേണ്ടി നാം അറവുശാലകൾ നിർമ്മിക്കുകയും അതിനെ നിലനിർത്തുകയും അവിടെ പരമസാധുക്കളായിട്ടുള്ള മൃഗങ്ങളെ വധിക്കുകയും ചെയ്ത് അവയുടെ മാംസം നമ്മൾ ആഹാരമാക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. വളരെ അത്യാവശ്യമായിട്ടുള്ള ആപത് ഘട്ടങ്ങളിൽ, അസാധാരണമാംവിധം ആപത് ഘട്ടങ്ങളിൽ നമുക്ക് ശരീരത്തെ നിലനിർത്തേണ്ട അത്യാവശ്യം വന്നാൽ നമുക്ക് മാംസം ഭക്ഷിക്കാം. ഇപ്പോൾ ശ്രീല പ്രഭുപാദർ ഇതിനെപ്പറ്റി പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ദ്വീപിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലേ. പുറത്തേക്ക് നമുക്ക് ഒരു തരത്തിലും വരാൻ സാധിക്കില്ല. അവിടെ ഒന്നും തന്നെ ഇല്ല ഭക്ഷിക്കാനായിട്ട്, ഒരു രക്ഷയില്ല. നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് ഒന്നും നിർവാഹമില്ലാതെ വരുമ്പോൾ അവിടെയുള്ള മൃഗങ്ങളെ നമുക്ക് കൊന്നിട്ട് നമുക്ക് ഭക്ഷിക്കാം എന്നാണ് പ്രഭുപാദ പറയുന്നത്. അത്രയ്ക്കും അത്യാവശ്യമാണെങ്കിൽ മാത്രം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ദ്വീപിൽ ചെന്നു, അല്ലേ, അവിടെ നിന്നൊരു മൃഗത്തിനെ പിടിച്ച് ചുട്ട് കരിച്ച് നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. ജീവൻ നിലനിർത്താൻ വേണ്ടി ഇതേ മതിയാകൂ എന്നുള്ളൊരവസ്ഥയിൽ വന്നാൽ മാത്രം നമ്മൾ അതേക്കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. അത് തെറ്റല്ല എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഇപ്പോൾ ഭഗവാന്റെ സേവനം ചെയ്യാൻ, അല്ലേ, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുവാനാണ് നമുക്ക് ശരീരം വേണ്ടത്. അപ്പോൾ നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനുവർത്തിക്കാം. അപ്പോൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് ഇതേക്കുറിച്ചിട്ട്. അപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് വളരെയധികം നിവൃത്തി കേട് വരുമ്പോഴാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഭരണകൂടം, അല്ലേ, നമുക്കറിയാം, ഇന്നത്തെ ഭരണകൂടം മാംസം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭരണാധികാരി വന്നിട്ട് മാംസത്തിനെതിരായിട്ട് ശബ്ദമുയർത്തിയാൽ അയാളെ ഏത് വിധയും ചിത്രവധം ചെയ്യാന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവബോധമുള്ളവർ ഭരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ശ്രീല പ്രഭുപാദ, അല്ലേ, ഡെമോക്രസിയെ ഡീമൺ ക്രേസി എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലേ. എപ്പോഴും ശ്രീല പ്രഭുപാദ പറയും ഡെമോക്രസി എന്നാൽ ഡീമൺ ക്രേസി. അപ്പോൾ ഒരു ഭരണാധിപൻ അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങളെ കുറിച്ചിട്ട് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊക്കെയുള്ളൊരു ഭരണം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു ഭരണാധിപൻ്റെ കർത്തവ്യം എന്താണ്, കടമ എന്താണ് എന്ന് ഈ 2 ശ്ലോകങ്ങളിലും കൂടി ശ്രീല പ്രഭുപാദ വളരെയധികം എടുത്ത് നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോൾ സ്വധർമ്മം നിറവേറ്റുക, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. ഇപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അനാസക്തസ്യ വിഷയാൻ യഥാർഹം ഉപയുഞ്ചതഃ നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യമുച്യതേ. ഭഗവാന്റെ സ്മരണയിൽ, ഭഗവാന്റെ സേവനത്തിൽ മുഴുകാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റി വയ്ക്കുക, ചേർക്കുക. മറ്റുള്ളതിന് അനാസക്തസ്യ വിഷയാൻ, അല്ലേ, അനാസക്തമായിട്ടുള്ള വിഷയങ്ങളെ, നമ്മളെ വ്യതിചലിപ്പിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മനഃപൂർവ്വം വിട്ടു നിൽക്കുക. അപ്പോൾ നമുക്കുള്ളതെല്ലാം നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ ഭഗവാന് വേണ്ടി അർപ്പിക്കാം. നമുക്ക് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാം. അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ നിത്യകർമ്മങ്ങളും നിയതകർമ്മങ്ങളും നമുക്ക് അനുഷ്ഠിക്കാനും കർമ്മഫലങ്ങളിൽ നിന്ന് ഒഴിവാകാനും സാധിക്കും.
ആത്മസാക്ഷാത്കാര പാതയിൽ മുന്നേറാനും സാധിക്കും. മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാര പാതയിലുള്ള മുന്നേറ്റമാണ്. അപ്പോൾ അത് നമുക്ക് പാലിക്കണമെങ്കിൽ, അതിലേക്ക് മുന്നേറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിത്യകർമ്മങ്ങളും നിയതകർമ്മങ്ങളും നല്ല രീതിയിൽ അനുഷ്ഠിക്കുകയും സ്വാധ്യായം ചെയ്യുകയും ചെയ്യണം, അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആത്മസാക്ഷാത്കാര പാതയിലേക്ക് മുന്നേറി കർമ്മഫലങ്ങളിൽ നിന്ന് ഒഴിവായി നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രാജാവിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവരും സ്വധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതിൽ നിന്ന് വ്യതിചലിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തുക. അതാണ് ഒരു രാജാവിൻ്റെ കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് ഇവിടെ ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആത്മസാക്ഷാത്കാര പാതയിൽ മുന്നേറാൻ സാധിക്കട്ടെ. ഭഗവാന്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.